ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്ന് വളരെ ശ്രദ്ധിക്കണേ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്റലക്ച്വൽ പാർട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗമായി ആ കുട്ടിക്ക് ഉണ്ടാകേണ്ടത് ഒന്ന് റഫറൻസ് സ്കില്ലാണ്. റഫറൻസ് സ്കില്ല് ഇല്ലാത്ത ഒരാൾക്ക് ഉയർന്നു പോകാൻ കഴിയില്ല. അവന്റെ വായനാശീലം ഒരു ശീലമാണത്. വായന എന്നല്ല പറയുന്ന വായനാശീലം. വായനാശീലത്തിൽ റഫറൻസ് അവൻ നന്നായിട്ട് ഉണ്ടാകണം. ഒരാൾക്ക് ഭാഷ അറിയാ എന്ന് പറഞ്ഞാൽ LSRW ഇത് 4 അറിയണം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതിലിപ്പോ ലിസണിങ് കുട്ടികൾക്ക് കേട്ടാ തിരിയേണ്ട കാര്യം, തിരിയണല്ലോ. ഇപ്പൊ ഞാനൊരു വാക്ക് പറയാം. ഇതിലിപ്പോ അത്യാവശ്യം ഡിഗ്രിയും PG ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാനൊരു ഇംഗ്ലീഷിലൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് തിരിയുണ്ടോ എന്ന് നോക്കി. ഞാൻ ഒരു മലയാളിയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളിപ്പോ അതൊക്കെ എഴുതുന്ന ഒരാളാണ്. എന്താ മനസ്സിലായിട്ടില്ല? ഏതാ കഴിഞ്ഞ PG? ഇപ്പൊ തോന്നിയൊരു PG-കാരിയാണ് എഴുത്ത് കണ്ടപ്പോ. ഓക്കെ, അല്ല ഞാൻ നിങ്ങളെ വഷളാക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുതേ. ഒന്നും കൂടി പറയാം. എന്താ മനസ്സിലായി? പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കേൾക്കൽ കുറവാണ്. മനസ്സിലായി? നമ്മൾ ഇംഗ്ലീഷ് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടില്ല. അറബി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അറബികളുടെ കയ്യിൽ നിന്ന് അറബി കേട്ടിട്ടില്ല. അത് കേൾക്കാതെ വരുമ്പോൾ നമുക്ക് നല്ല കഴിവുണ്ടാവും, പക്ഷെ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളത് കുടുങ്ങിപ്പോകും. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് ഇതിപ്പോ US-കാരാണെങ്കിൽ ഇവിടെ വെച്ച് പറയും. ഞാൻ ഒന്ന് ടോൺ മാറ്റി പറയാം. US-കാരാണെങ്കിൽ ഇവിടെ നിന്ന് പറയും. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇവിടെ കൊണ്ട് പറയും. ഇവിടെ കൊണ്ട് പറയും. അഫ്രോ അമേരിക്കൻസ് ആണെങ്കിൽ നടുവെന്ന് പറയും. എന്താ പറയുക? ഞാൻ 3ലും പറഞ്ഞു. ഇപ്പോ വേൾഡിൽ അറിയപ്പെടുന്ന 3 ലാംഗ്വേജിലും തിരിയില്ല. ഞാൻ പറഞ്ഞത്, ഇഫ് യു ആർ റെഡി ടു ഇംബൈബ് ദ ക്വാളിറ്റി ടുഡേ, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണെങ്കിൽ, ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മുടെ കുട്ടികളുടെ ലിസണിങ് കപ്പാസിറ്റി. കേൾപ്പിക്കണം, നമ്മൾ ഒരുപാട് കേൾപ്പിക്കണം. കേട്ടാലേ കുട്ടികൾക്ക് തിരിയൂ. നമ്മളെങ്ങനെ മലയാളം പഠിച്ചേ? എങ്ങനെ മലയാളം പഠിച്ചേ? കേട്ടിടണല്ലേ, അല്ലാതെ പറന്ന് പറഞ്ഞിട്ട അതൊക്കെ നമ്മൾ 1ാം ക്ലാസ് പോയിട്ട് പിന്നെ അതിന്റെ മുമ്പ് നമ്മൾ മധുരമായിട്ട് ഇംഗ്ലീഷ് പറയുന്ന മലയാളം പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ കേൾക്കുക എന്നുള്ള പ്രോസസ്സിംഗ് ആദ്യം നടക്കണം. രണ്ടാമത്തത് സ്പീക്കിംഗ്, അവർ സംസാരിക്കണം. മൂന്നാമത്തത് റീഡിംഗ്, അവർ നന്നായിട്ട് വായിക്കണം. നാലാമത്തതാണ് റൈറ്റിംഗ്, LSRW. അപ്പൊ ഈ ഒരു മോഡിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് റഫറൻസ് സ്കിൽ, അത് കഴിഞ്ഞ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതിമനോഹരമായി തനിക്കുള്ള വിവരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റണം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ചില കുട്ടികളൊക്കെ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നത് അവിടെയാണ്. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ മുതൽ, ഒരു പ്രസംഗത്തിന്റെ മുമ്പിൽ മുതൽ, ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ മുതൽ എല്ലാ സ്ഥലത്തും കുട്ടികൾ അങ്ങിയും പോകുന്നു. എന്തുകൊണ്ടെന്നാൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനലിറ്റിക്കൽ റീസണിംഗ്, നന്നായിട്ട് അനലൈസ് ചെയ്യണം, ചിന്തിക്കാനുള്ള ശേഷി അവൻ ഉണ്ടാകണം. മറ്റൊന്ന് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ തിങ്കിങ് സ്ട്രാറ്റജി, അതിമനോഹരമായി തന്ത്രപരമായി ചിന്തിക്കാൻ പറ്റണം. ദെൻ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. These are the skill set 6. ഇതുണ്ടെങ്കിൽ മാത്രമേ ഓക്സ്ഫോർഡ്, അതേമാതിരി തന്നെ കാംബ്രിഡ്ജ്, അതേപോലെ തന്നെ യള യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിക്ക് പോകണമെങ്കിലും ആദ്യത്തെ ക്രൈറ്റീരിയ സ്കിൽ സെറ്റ് 6 ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. സ്കിൽ സെറ്റ് 6 ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇതേ ക്രൈറ്റീരിയയുടെ മാനദണ്ഡം തന്നെയാണ് നമുക്ക് സിവിൽ സർവീസിലുമുള്ളത്. ഇതേ ക്രൈറ്റീരിയയുടെ, പ്രത്യേകിച്ച് അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, തിങ്കിങ് സ്ട്രാറ്റജി, ഈ ഭാഗമാണ് IIT, IIM, സിവിൽ സർവീസ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, A+ കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഏകദേശം പുറത്തം കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ഇനി ഇതിന്റെ അപ്പുറത്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, നന്നായിട്ട് ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ എഫക്റ്റീവ് റൈറ്റിംഗ് കപ്പാസിറ്റി, നന്നായിട്ട് എഴുതാനുള്ള കപ്പാസിറ്റി, അതിമനോഹരമായി. മറ്റൊന്നാണ് എന്ത്, ട്രാൻസ്ലേഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സ്കിൽ, നന്നായിട്ട് മനോഹരമായി ട്രാൻസ്ലേഷൻ കപ്പാസിറ്റി. ഇതേപോലെ തന്നെ ഒറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒറേഷണൽ കപ്പാസിറ്റി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല പ്രഭാഷണ ചാതുരി. ഇതേപോലെ തന്നെ മൾട്ടി ലിംഗ്വിസ്റ്റിക്
എബിലിറ്റി, വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാനുള്ള ശേഷി, ഇതേപോലെ തന്നെ മൾട്ടി ടാസ്ക്, വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ള ശേഷി. ദീസ് ആർ സ്റ്റുഡൻഷിപ്പ്. ഇതിന്റെ പേരാണ് എന്ത്? വിദ്യാർത്ഥിത്വം. ഇതുണ്ടാകണമെങ്കിൽ ആ കുട്ടിക്ക് അപാരമായ ബുദ്ധി വേണം. ആ ബുദ്ധിയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ദയവ് ചെയ്തിട്ട് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറാതിരിക്കുക. ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടിക്ക് മാർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മാർക്ക് എന്നത് വലിയൊരു വിഷയമാണ്, കിട്ടട്ടെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ A+ കിട്ടട്ടെ. പക്ഷെ അതിനപ്പുറം അവരോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുമ്പോഴാണ് ബുദ്ധിശക്തി കൂടിക്കൊണ്ടിരിക്കുക. റൈറ്റ്? നമ്പർ 3, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. നമ്പർ 3, ഈ ഇന്റലക്ച്വൽ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനേക്കാൾ പ്രധാനം. അപ്പൊ നിങ്ങൾക്ക് തോന്നും പടച്ചോനഞ്ഞ് ഇതിനേക്കാൾ പ്രധാനം വേറെ ഏതാണ്? ഇതിനേക്കാൾ പ്രധാനമാണ് ഇമോഷണൽ കപ്പാസിറ്റി, ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെയാണ് വ്യക്തിത്വം എന്നതിലേക്ക് വരുന്നത്. ഒരു വ്യക്തിയാകുന്നത് ബുദ്ധി കൊണ്ടല്ല, അവന്റെ പെരുമാറ്റം കൊണ്ടാണ്. ഒരാൾ മോശക്കാരനാണെന്ന് പറയലെപ്പോഴാ? അയാളുടെ പെരുമാറ്റം മോശമാകുമ്പോഴാണ്, അയാളുടെ ഡീലിങ്സ് മോശമാകുമ്പോഴാണ്. ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി കപ്പാസിറ്റി ഉണ്ടാക്കേണ്ടത്. അതിലൊന്നാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇന്ന് പഠിക്കുന്ന പല കുട്ടികൾക്കും എന്തില്ല? ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലല്ലോ. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിൽക്കലാണ് ഇമോഷൻ. പെട്ടെന്ന് ചൂടാകാതിരിക്കുക, പെട്ടെന്ന് ഡൗൺ ആകാതിരിക്കുക. ഡൗൺ ആയാൽ കരയും, ചൂടായാൽ പ്രകോപിതമാകും. ഇത് രണ്ടും നമ്മളെ കുട്ടിയൊക്കെ എമ്പാടുണ്ട്. ഒന്നുകിൽ ചൂടാകല്, അല്ലെങ്കിൽ അനങ്ങിയ കരയല്, അല്ലെങ്കിൽ അതിന്റെ രണ്ടിനെയും കൂടി നടക്ക് വാശി പിടിക്കല്. ഈ വാശി പിടിക്കുക, കരയുക, അതേപോലെ തന്നെ പെട്ടെന്ന് ചൂടാവുക, ഇതൊക്കെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരം. അത് ദുഃഖം ഒരു വികാരമാണ്, സന്തോഷം വികാരമാണ്, സഹതാപം വികാരമാണ്. അവിടെയാണ് ഒരു വ്യക്തിത്വം കിടക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബന്ധം ആർക്കായിരിക്കണം? നമ്മൾ രക്ഷിതാക്കൾക്ക്. മാതാവ് ഒരു ചൂടത്തിയാണോ? മകളും അതന്നെയായിരിക്കും മിക്കവാറും. കാരണം കണ്ടുപഠിച്ചതൊക്കെ ഇതന്നെയാണ്. ഇനി മാതാവ് ഇവരോട് ചൂടാകുന്നില്ല എന്ന് വിചാരിക്കും, അങ്ങനെ ഉണ്ടാവും. ഞാൻ എന്റെ മക്കളോട് ചൂടാവലൊന്നുമില്ല. മാതാവ് മറ്റാരോടെങ്കിലും ചൂടാകുന്ന കാണുന്നുണ്ടാവും. നാത്തൂനുണ്ടല്ലോ അപ്പുറത്ത്, ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടല്ലോ അപ്പുറത്ത്, അനുജന്റെ ഭാര്യ ഉണ്ടല്ലോ അപ്പുറത്ത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ ഉണ്ടല്ലോ അപ്പുറത്ത്. ആരോടെങ്കിലും ചൂടാകുണ്ടെങ്കിൽ ഉമ്മന്റെ ആ പ്രകൃതം ഏകദേശമാർക്ക് കിട്ടും, കുട്ടി കിട്ടും. അവിടെ നമ്മൾ ചൂടാവുക എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇവിടെ രക്ഷിതാക്കൾ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ? കുറ്റപ്പെടുത്തിയോ? ഇതൊന്നും നിങ്ങളോടല്ലോ, ഇത് ഒലീവ് സ്കൂളാണ്. ഇവിടുത്തെ രക്ഷിതാക്കളാണ്. ഇവിടുത്തെ രക്ഷിതാക്കൾക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒരു കുട്ടിക്ക് ഉണ്ടായേ പറ്റൂ. അവിടെ നമ്മുടെ കുട്ടിക്ക് പക്വത എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നമ്മളാണ്. സ്കൂളിന്റെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ 40 വീട്ടിൽ നിന്ന് വരുന്ന 40 സ്വഭാവക്കാരായ കുട്ടികൾക്ക് മുഴുവനും പക്വതയും അവർക്ക് ഭയങ്കര ഇമോഷണൽ സ്റ്റെബിലിറ്റിയും കൊടുക്കാൻ ലോകത്തിലെ ഒരു അധ്യാപകർക്കും കഴിയില്ല. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും അതിലെന്താക്കേണ്ടത്? ഇടപെടേണ്ടത്. നമ്മൾ അവർക്ക് സൗമ്യമായിട്ടുള്ള പെരുമാറ്റം. മോളെ അങ്ങനെ പറയൽ വെറും ഉപദേശം നടക്കൂല കേട്ടോ. നമ്മൾ ചെയ്യലൊന്ന്, ഉപദേശം മറ്റൊന്ന്. നിങ്ങളൊക്കെ കയ്യൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ. ഇതെങ്ങനെ ആയിക്കോ? ഇതാ ഇങ്ങനെ ഒന്ന് നോയിക്കോ, ഒന്ന് ഉഷാറായിട്ടാക്കിന്ന്. ഇതെങ്ങോട്ട് നോയിക്കോളി. എല്ലാരും ഒന്ന് താടി കൈ വെച്ചാട്ടെ. ഇതാണോ താടി? അതാ പറഞ്ഞു. എല്ലാരും തെറ്റിച്ചു. 99%. ഞാൻ ഈ മൈക്കിലൂടെ പറഞ്ഞ താടി കൈവെക്കാൻ. ഇനി എന്നെ പോലെ താടി ഇങ്ങക്കില്ലെങ്കിലും കോഴിക്കോട് കിണാശ്ശേരി വരുമ്പോ ഇതല്ലല്ലോ താടി. പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ ഇവിടെ വെച്ചത്? ഞാനിവിടെ വെച്ചത് നിങ്ങൾ കണ്ടത്, അതുകൊണ്ട് വെച്ചു. അപ്പൊ മോനോട് മോനെ നീ കളവ് അറിയരുതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഉപദേശം ഫലിക്കൂല. ഞാൻ മൈക്കിലൂടെ ഉപദേശിച്ചു താടിയിൽ വെക്കാനും. പക്ഷെ നിങ്ങൾ ചെയ്തതൊക്കെ ഇതാണ്. ഇതാ ശ്രദ്ധിച്ചു. അപ്പൊ ഇമോഷണൽ കപ്പാസിറ്റി. ഒരു കുട്ടി ചൂടാകരുത്, അതിന് നമ്മളുടെ ചൂടൻ പ്രകൃതം ഉണ്ടാവരുത്. നമ്മുടെ ഉപദേശത്തെക്കാൾ പ്രധാനം. ഇനി വളരെ ശ്രദ്ധിച്ചോ, നമ്മൾ ലീവ് എഴുതി കൊടുക്കുന്നു സ്കൂളിലേക്ക്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ കോമൺ ആയിട്ട് പറയണേ, നിങ്ങൾ ചെയ്തു എന്നല്ല. ഒരു കുട്ടി, ഏതെങ്കിലും ഒരു കുട്ടി ഇതേവരെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പൊ വൈകുന്നേരം ആയപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത, ഇനിയിപ്പോ നാളെ അങ്ങോട്ട് സ്കൂളിൽ പോണ്ടേ? വാപ്പയാണെങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ പിതാവാണെങ്കിൽ അച്ഛൻ പറഞ്ഞു ചെയ്തു എന്ത്? ഇനിയിപ്പോ മോളെ ഇന്ന് പോണോ? നാളെ പോയാൽ പോരെ? അല്ല അച്ഛാ, കുട്ടികൾക്ക് സ്കൂളുണ്ടേ എന്ന് പറയും. അപ്പൊ സ്കൂളുണ്ടേ എന്ന് പറയുമ്പോൾ അച്ഛൻ ഒന്നും കൂടി പറഞ്ഞെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നു മോൾക്കും ഉണ്ടാവും. ഏതായാലും വേണ്ടിയില്ല, നാളെ സ്കൂളിൽ ഞാൻ വിളിച്ചു പറയാം, എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, ഇപ്പോൾ ഇവിടെ നിന്നോന്നു. അങ്ങനെ തിങ്കളാഴ്ചക്കത്തെ സ്കൂളിൽ പോയി. ചുരുക്കി പറയാം. അങ്ങനെ പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ ലീവ് ലെറ്റർ കൊടുത്തേക്കും. എന്തായിരിക്കും അതിൽ എഴുതുക? എന്റെ വീട്ടിലേക്ക് ഞാൻ
പോയപ്പോൾ എൻ്റെ പ്രിയങ്കരനായ അച്ഛൻ എന്നോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികളുടെ സ്കൂൾ ഒഴിവായത് എന്ന് ഇതേവരെ ഏതെങ്കിലും മാതാക്കൾ എഴുതി കൊടുത്തയച്ചിട്ടുണ്ടോ? എഴുതി കൊടുത്തയച്ചാൽ ടീച്ചേഴ്സ് സമ്മതിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പഴയ ക്ലീശേ വേർഡ് ഉണ്ട്, ഫിയർ ആൻഡ് ഹെഡേക്ക്. ഇവിടെ അച്ഛനായിരുന്നു തലവേദന, മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഫീവർ ആൻഡ് ഹെഡേക്ക് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ തലവേദനയും പനിയും. ഈ ലീവായിട്ട് കുട്ടി പോവാൻ, ഈ ലീവായിട്ട് മാഡത്തിനെ കാണിച്ചു കൊടുക്കാൻ, ടീച്ചറിനെ കാണിച്ചു കൊടുക്കാൻ, എന്നിട്ട് മരുന്ന് വെച്ചാൽ മോളെ ഇങ്ങനെ ആക്കും. കുട്ടിക്ക് ഇങ്ങനെ ആക്കേണ്ടത്, ഇങ്ങനെ ആക്കേണ്ടത്, ഉമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളതൊന്നും അറിയില്ലല്ലോ. കുട്ടി ഇങ്ങനെയാക്കും, ഇങ്ങനെയാക്കും. നമ്മളിത് കുറെ കണ്ടതാണ്. കളവാണ് പറഞ്ഞത്, കളവാണ് നമ്മൾ പറയിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ കുട്ടിയോട് സത്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ കുട്ടി എന്തോ ഒരു കളവ് പറഞ്ഞു, ഒന്നങ്ങോട്ട് കൊടുത്ത് ചൂരിലെടുത്തിട്ട് കുട്ടി നിന്ന് അങ്ങനെ കരയാണ്. അപ്പൊ വാപ്പച്ചി വന്നിട്ട് മോളെ എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങൾ അറിയില്ല, കുട്ടി കളവ് ഇങ്ങനെ ഇപ്പൊ തന്നെ തുടങ്ങിയോളൂ, കളവറച്ചില്, എന്താ ഇപ്പൊ ഇത് കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എന്തായി, സാരല്ലിട്ട മോളെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് വരികയാണ്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നീ ഒന്ന് കിടക്കണം, അതുകൊണ്ട് ഞാൻ വിശ്രമിക്കുകയാണ്, ആര് വിളിച്ചാലും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. അപ്പൊ കുട്ടികൾക്കൊരു കോങ്കണ്ണുണ്ട്. എന്താണ് കോങ്കണ്ണ്? ഉമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നത്? കുറച്ച് കഴിഞ്ഞ് ഫോൺ വരുന്നു, ഉമ്മ ഫോൺ എടുക്കുന്നു, ഇല്ലല്ലോ എത്തിയിട്ടില്ലല്ലോ, വന്നാ പറയട്ടോ, അങ്ങോട്ട് വിളിക്കാൻ പറയട്ടോ എന്ന് വെച്ചു. നിങ്ങൾ പറയും കുട്ടി ഇനി എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഉപദേശിക്കുന്നു കളവ് പറയരുത്, പക്ഷെ ഉമ്മയെ സീരിയസ് ആയിട്ട് കാണുന്നു കളവ് പറയുന്ന ഉമ്മയായിട്ട്. അതുകൊണ്ട് ലൈഫ് മാറേണ്ടത് നമ്മുടേതാണ്. നമ്മുടെ ജീവിതം മാറിയാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം മാറും. അധികമൊന്നും ഉപദേശത്തിന് നിൽക്കണ്ട. നമ്മുടെ മക്കളോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ, നീ എന്നെ പോലെ ആയിക്കോ എന്നുള്ളതാണ്. ഒരു മാതാവ് മകളോട് പറയേണ്ടത്, ഒരു മകനോട് പിതാവ് പറയേണ്ടത്, അല്ലെങ്കിൽ മോളോട് പിതാവ് പറയേണ്ടത്, നീ എന്നെ പോലെ ആയിക്കോന്ന. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മോനെ നീ എന്തായാലും എന്നെ പോലെ ആവണ്ടട്ടാ. ഞാനോ, ബാക്കി നിങ്ങളാണ് പറഞ്ഞാളേ എന്താ പറഞ്ഞെന്നുള്ളത്. ഞാനോ ഇങ്ങനായി എന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കേൾക്കും, ഉമ്മാന്റെ അടുത്ത് നിന്ന്, പിന്നെ മാതാവിന്റെ അടുത്ത് നിന്ന് കേൾക്കല്, കുടുക്ക അങ്ങോട്ട് എടുത്തേക്കുമ്പോൾ ചട്ടി ഇങ്ങോട്ട് എടുത്തേക്കുമ്പോൾ, മക്കളെ ഞങ്ങളെന്നെ എങ്ങനെ ആയിട്ടാ, ഞങ്ങളെ മാതിരി നിങ്ങളാവണ്ടട്ടാന്ന്. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലായി, ഉപ്പന്റെ പോലെ ആകണ്ട, ഉമ്മന്റെ പോലെ ആകണ്ട, പിന്നെ ആരെ പോലെ ആകണം? അപ്പോഴാണ് ഓവാലത്തിൽ എന്നിട്ട് ശുക്കൂർ വിളിക്കുക, മോനെ വാ, എന്തേ യു ബ്ലൈൻഡ്ലി ഒബേ മീ, ഇന്നനുസരിച്ചു. ഞാൻ കണ്ടില്ല സ്കൂൾ പോണില്ല, ഞാൻ കണ്ടില്ല കോളേജിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് എന്നെ പോലെ ആയിക്കോന്ന്. ആദ്യമായിട്ട് ജീവിതത്തിൽ അവനോട് എന്നെ പോലെ ആയിക്കോന്ന് പറഞ്ഞത് ശുക്കൂറാണ്. അന്ന് മുതൽ അവൻ ഓവാലത്തിമലായി. ഓവാലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എവിടെയായി? അവിടെയായി. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡലായി നിന്ന് കൊടുക്കണം. അവിടെയാണ് ഇമോഷന്റെയും സ്പിരിച്വാലിറ്റിയിലെയും സ്പിരിച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ഏറ്റവും പരമപ്രധാനം കിടക്കുന്നത്. ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, ഇത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. These are the four factors of education. We the people absolutely believing that, or we have to believe that physical education is relating to our heart. Physical education is relating to our body. Then intellectual education is relating to our brain. Emotional education is relating to our heart. The absolutely spiritual education is relating to our soul. These are the four factors of education. നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ബ്രെയിനുമായിട്ടാണ് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷന് ബന്ധം, നമ്മുടെ ശരീരവുമായിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷന് ബന്ധം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധം ഇമോഷനാണ്, നമ്മുടെ ആത്മാവിന്റെ ബന്ധം സ്പിരിച്വാലിറ്റിക്കാണ്. ഇത് നാലും ഒരു കുട്ടിക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ആ കുട്ടി കുട്ടിയാകുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അവന് പറ്റണം. അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗം. ഹൈന്ദവർക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനുണ്ട്. ഓം സഹനാഭവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. അവരുടെ വേദങ്ങളിൽ പറയുന്നതാണ്, ഓം സഹനാഭവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഞങ്ങൾ പഠിച്ചത് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, വിദ്വേഷമില്ലാത്തൊരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കട്ടെ, ലോകത്തിൽ മുഴുവനും സമാധാനമുണ്ടാകാൻ ഞങ്ങൾ ഹേതുകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ഒരു ഹൈന്ദവ സഹോദരിക്ക് മറ്റൊന്നാകാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി, അബ്സല്യൂട്ട് സ്പിരിച്വാലിറ്റി. മുഴുവൻ മനുഷ്യരെ സ്നേഹിക്കാനാണ്. വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്നാണ് ഹൈന്ദവ മതം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അവർക്ക് മറ്റൊന്നാകാൻ കഴിയില്ല.
ആ കുട്ടികൾക്ക് മറ്റൊന്നാകാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഇവിടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥാനം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഓരോ നിസ്കാരത്തിനും ഇപ്പോൾ ബാങ്ക് കൊടുത്തു, നമ്മൾ പോയി നിസ്കരിക്കും. വീട്ടിൽ പോയിട്ടാണെങ്കിലും ഇവിടെ പോയിട്ടാണെങ്കിലും നിസ്കരിച്ച ഉടനെ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം, ഇസ്തിഗ്ഫാർ ചൊല്ലിയതിനു ശേഷം അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലത യാ ദൽ ജലാലി വൽ ഇക്റാം. ദൈവമേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്